പടത്തിന്റെ ഓപ്പണിംഗ് സീനില് മോൺസ്റ്ററായി മാറിയ നമ്മുടെ വില്ലനെ കാണിക്കുന്നു. അപ്പൊ അവിടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പൻ. കുട്ടപ്പനെ കാണുമ്പോ കാക്കാഷിക്കും ചോച്ചിക്കും ഈനോയ്ക്കും ഒരുപാട് സന്തോഷാവും. ഈനോ പറയും, നീ കുറച്ചുകൂടെ വൈകിയായിരുന്നെങ്കില് ചോച്ചിയുടെ നിക്കർ പോലും കീറിപ്പോയെന്ന് പറയുമ്പോ ഇവിടെ യാമുട്ടോ സെൻസായി കാക്കാഷിയുടെ അവസ്ഥ കണ്ട് ഇപ്പൊ വണ്ടടിച്ച് നിൽക്കാണ്. ഞാൻ ഇതുവരെ കാക്കാഷി മാസ്റ്റർക്ക് ഇത്രയും പരുക്ക് പറ്റി കണ്ടിട്ടേയില്ല. ഇവിടെ കുട്ടപ്പന് അത് കണ്ട് കലി കയറി വില്ലനെ അടിക്കാനായിട്ട് അവൻ ചാടി ചാടി നിൽക്കും. അപ്പൊ ചോച്ചി ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയില് ഒരുപാട് പരുക്കുകൾ കാണുമ്പോ നിനക്ക് എന്ത് പറ്റി, നീ ആരെങ്കിലുമായിട്ട് ഫൈറ്റ് ഇട്ടോന്ന് ഇപ്പൊ ചോച്ചി അവനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ ചോദിക്കും, ഷിക്കമരു അവൻ എവിടെ? അതിന് ഈനോ പറയും, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇതുപോലെ മറ്റൊരു വില്ലനെ അവൻ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ വിളിച്ചു പറയും, സായി സാക്കുറ എത്രയും പെട്ടെന്ന് ഷിക്കമരുവിന്റെ അടുത്തേക്ക് പോയി വില്ലനെ അടിച്ചു തോൽപ്പിക്കാനായിട്ട് അവനെ സഹായിക്കേ. അത് കേൾക്കേണ്ട താമസം നമ്മുടെ രണ്ട് സ്വത്തുമണികളും അവിടേക്ക് ഓടാൻ നോക്കുമ്പോ കാക്കാഷി ആവട്ടെ മാസ്റ്റർ ഫക്കൂൺ പട്ടിക്കുട്ടിയെ ഇപ്പൊ അവിടേക്ക് കൊണ്ടുവരും. ഫക്കൂൺ ഒട്ടനെ ഇപ്പൊ സായിയും സാക്കുറയും കൂട്ടിക്കൊണ്ട് ഷിക്കമരുവിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങും. ഇവിടെ കാഗസു വില്ലൻ അവനൊരു കൂസലില്ലാതെ നിൽക്കുമ്പോ ഇപ്പൊ കുട്ടപ്പൻ മുൻപോട്ട് കയറി നിൽക്കും. ഇനി നിന്റെ ഓപ്പണന്റ് അത് മറ്റാരുമല്ല, ഞാനാണ്. അത് കണ്ട് സാക്കുറ പറയും, ഞങ്ങൾ എല്ലാവരും ലീഫ് വില്ലേജും കുട്ടപ്പ നിന്നിലാണ് ഇപ്പൊ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കാക്കാഷി യാമുട്ടയോട് ചോദിക്കും, അവൻ ആ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ചെയ്തോ? അതിന് യാമുട്ട പറയും, അവൻ 100% കംപ്ലീറ്റ് ചെയ്തില്ല, പക്ഷെ 50% അവൻ ഓക്കെ ആണ്. എന്നെ വിശ്വസിക്ക്, തീർച്ചയായിട്ടും കുട്ടപ്പൻ ഇത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ ഷിക്കമരുവിനെ സ്മെല്ല് ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ സായും സാക്കുറ ഓടുമ്പോ സാക്കുറ പറയും, അസുമ സെൻസായി മരിച്ചത് അതൊരിക്കലും മറക്കാനാവാത്ത വലിയൊരു ദുഃഖം തന്നെയാണ്. പക്ഷെ അതിന് ഷിക്കമരു അവൻ ഒറ്റയ്ക്ക് പോയി അക്കാസ്കി മെമ്പറുമായിട്ട് ഫൈറ്റ് ചെയ്തത് അത് വലിയ മണ്ടത്തരമായി പോയി. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരിക്കോ എന്ന് പറഞ്ഞ് സാക്കുറ മുൻപോട്ട് ഓടും. അതിന് സായ് പറയും, ഷിക്കമരുവിനെ പോലെ ഇത്രയും ബുദ്ധിയും കഴിവുള്ള ഒരാൾ പോലും ലീഫ് വില്ലേജിലില്ല. അതുകൊണ്ട് തന്നെ അവനൊരു പോറല് പോലും പറ്റില്ല എന്ന് പറയുമ്പോ സാക്കുറ ആവട്ടെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് ഷിക്കമരു യാതൊരു മൈൻഡും ഇല്ലാതെ എന്തോ ഒരു ബുക്കുമായിട്ട് ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോവാണ്. അതുകൊണ്ട് സാക്കുറ പറയും, മാഡം എന്തിനാണ് ഇവനെ ഇത്രയും ട്രസ്റ്റ് ചെയ്യുന്നത്? അവന് യാതൊന്നിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതിന് ഹൊക്കാഗ പറയും, നീ പറഞ്ഞത് ശരിയാണ്, അവനൊന്നിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതിനവനെ നമ്മൾ വേണം പുഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ. അവൻ ഒരിക്കൽ ഇൻട്രസ്റ്റ് വന്നാല് പിന്നെ അവൻ വേറെ ലെവലാണെന്ന് പറയുമ്പോ സാക്കുറ പറയും, മാഡം ആവശ്യമില്ലാതെ അവനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതിന് ഹൊക്കാഗ പറയും, ഒരിക്കലുമില്ല, ഞാൻ ഇപ്പോഴും അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ നിമിഷവും അവന്റെ കഴിവും എബിലിറ്റിയും അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് ഞാൻ പലപ്പോഴും ഷോക്കായിട്ടുണ്ട്. ഹൊക്കാഗെ ഉടനെ ഇപ്പൊ ഒരു ലെറ്റർ എടുത്ത് സാക്കുറെ കാണിക്കും. ഇത് ആക്ച്വലി ആ 12 ഗാർഡിയൻ ഷിനോബീസിന്റെ കയ്യിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വന്ന ലെറ്റർ ആണ്. ലാസ്റ്റ് ടൈം ഉണ്ടായ എക്സാമില് അവർക്ക് ഷിക്കമരുവിന്റെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഷിക്കമരുവിനെ അവരുടെ ടീമിലേക്ക് വിട്ടുതരുമെന്ന് ചോദിച്ചുള്ള ഒരു ലെറ്റർ ആണിത്. അത് കേട്ട് സാക്കുറ അവള് ഫ്രീസ് ആയിട്ട് 1 മിനിറ്റ് ലെറ്റർ നോക്കി നിൽക്കും. സാക്കുറ ഒന്നും മിണ്ടാതെ ഇപ്പൊ പുറത്തേക്ക് നടന്നു പോകും. ഇവിടെ അസുമ സെൻസായി ഇപ്പൊ ഷിക്കമരുവിനോട് ചോദിക്കും, നിനക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിന് കിട്ടാനില്ല, നിനക്കത് ആക്സെപ്റ്റ് ചെയ്തുകൂടായിരുന്നോ? നിനക്ക് ഇത്രയും കഴിവില്ലേ? ഞാനും പണ്ട് ആ ഒരു 12 ഗാർഡിയൻ നിഞ്ചാസില് വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഒരുപാട് ഗ്രാമങ്ങൾ കണ്ടത്, ഒത്തിരി എക്സ്പ്ലോർ ചെയ്തത്, ഒരുപാട് ഹാപ്പി ആയിട്ടിരുന്നത്. സോ നീ അത് ആക്സെപ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നിനക്കും ഇതൊക്കെ കിട്ടില്ലായിരുന്നു എന്ന് മാസ്റ്റർ ചോദിക്കുമ്പോ അതിനവൻ പറയും, എനിക്ക് ലീഫ് വില്ലേജ് ചുറ്റിക്കാണാനാണ് ഒരുപാട് ഇഷ്ടം. ചോച്ചിക്കും ഈനോയ്ക്കും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല കുട്ടപ്പന് അവനെന്റെ ഒരുപാട് സപ്പോർട്ട് അത് ആവശ്യമായിട്ട് വരും. അപ്പൊ നീയും തേർഡ് ഹൊക്കാഗെ പോലെ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് ഇപ്പൊ ആസ്മ മാസ്റ്റർ ചോദിക്കും. അതിനവൻ പറയും, അങ്ങനൊന്നുമില്ല, എനിക്ക് ഇവിടെയാണ് ഏറ്റവും ഇഷ്ടം. നിന്നെ പോലെ എല്ലാവർക്കും അവരുടെ ഗ്രാമത്തോട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അപ്പൊ അതേ സമയത്ത് സാക്കുറ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് അങ്ങനെ കേട്ട് നിൽക്കാണ്. അവൾക്ക് അത് കേൾക്കുമ്പോ ഇപ്പൊ ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അവള് പറയും, ഷിക്കമരുവിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, അവന്റെ സ്ട്രാറ്റജി അത് വേറെ ലെവലായിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഹീഡനാവട്ടെ അവൻ ആ കത്തിയെടുത്ത് സ്വന്തം നെഞ്ചില് കുത്തിയിറക്കാൻ പോവാണ്. പക്ഷെ അവൻ അങ്ങനെ ചെയ്യില്ല. അവൻ ആ കത്തിയെടുത്ത് ഇപ്പൊ ഷിക്കമരുവിന്റെ നേർക്ക് തന്നെ
ഓടി വരികയാണ്. അവൻ കൈ ഉയർത്തി ഇപ്പൊ ഷിക്കമരുവിനെ വെട്ടാൻ ശ്രമിക്കുമ്പോ ഷിക്കമരു ആവട്ടെ അവൻ ചുറ്റും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ത്രെഡ് ഉപയോഗിച്ച് ഇപ്പൊ വില്ലനെ അവന്റെ ഓരോ ഭാഗങ്ങളും അവന്റെ ചക്ര പവർ കൊണ്ട് അങ്ങനെ കെട്ടിയിടും. സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പേപ്പർ ബോംബുകളെല്ലാം തന്നെ ഇപ്പൊ വില്ലന്റെ മേലെ അങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ഷിക്കമരു ഹായ് ആയിട്ട് ചിരിക്കും. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഷിക്കമരു ഒരു കത്തിയെടുത്ത് ഇപ്പൊ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വലിച്ചെറിയും. കീടനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നീ എന്താടാ ചെയ്യണേന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് കീടനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം അത് അങ്ങനെ തന്നെ തകർന്ന് വലിയൊരു തുരങ്കം താഴേക്ക് കാണും. അത് കണ്ട് കീടൻ പേടിച്ചു വരച്ച് നീ എപ്പോടാ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേന്ന് ഇപ്പൊ ഷിക്കമരുവിനോട് ചോദിക്കും. അതിന് നമ്മുടെ ആള് മാസായിട്ട് പറയും, ഞാൻ ഓൾറെഡി എന്റെ പ്ലാനൊക്കെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. വില്ലന് മനസ്സിലാവും അവനെ ഒറ്റയ്ക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവന്റെ പ്ലാൻ അനുസരിച്ച് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇവര് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം തന്നെ ഇവന്റെ പ്ലാൻ അനുസരിച്ച് മാത്രമാണ്. വില്ലൻ ദേഷ്യപ്പെട്ട് പറയും, നീ എന്നെ എങ്ങനെയൊക്കെ കൊന്നാലും ഞാൻ മരിച്ചു പോവില്ല. എന്റെ ബോഡി അത് നീ തുണ്ടം തുണ്ടായി വെട്ടി എരിഞ്ഞാൽ പോലും എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ മാസ്റ്ററിനെ തീർത്തതുപോലെ നിന്നെയും തീർക്കാനായിട്ട് ഞാൻ തിരികെ വന്നിരിക്കും. അപ്പൊ വില്ലൻ കാണും അവന്റെ ചുറ്റും ഇപ്പൊ ഒരുപാട് മാനുകള് വന്ന് റൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. അതിന് ഷിക്കമരു പറയും, ഈ മാനുകൾ എപ്പോഴും ഷിക്കമരു ക്ലാനിന് സപ്പോർട്ടാണ്. അവൻ ആസ്മ സെൻസായുടെ ലൈറ്റർ എടുത്ത് ഇപ്പൊ കത്തിക്കാൻ തുടങ്ങും. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ആസ്മ മാസ്റ്ററിന്റെ സോളിനെ അവൻ കാണും. നീ എന്റെ ആഗ്രഹം അത് നിറവേറ്റിന്ന് പറഞ്ഞ് ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെക്കും. അപ്പൊ ഷിക്കമരു ആ ഒരു ലൈറ്റർ ഉപയോഗിച്ച് മാസ്റ്ററുടെ സിഗരറ്റ് അത് കത്തിച്ചു കൊടുക്കും. അപ്പൊ പതിയെ പതിയെ ഇപ്പൊ മാസ്റ്റർ മറഞ്ഞു പോകുമ്പോ ഷിക്കമരു പറയും, എന്റെ വിൽ ഓഫ് ഫയർ അതെന്നും എന്റെ ഗ്രാമത്തെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. അവൻ സ്ലോ മോഷനില് ആ ഒരു ലൈറ്റർ അത് വില്ലന് നേരെ വലിച്ചെറിയും. അത് വില്ലന്റെ ബോഡി ടച്ച് ചെയ്ത് ഇപ്പൊ വില്ലൻ ഉൾപ്പെടെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ മൾട്ടി ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അത് കാണുമ്പോ ഇവിടെ വില്ലന് മനസ്സിലാവും അപ്പൊ ഇവൻ തന്നെയാണ് ആ 9 ടൈൽ ഫോക്സിന്റെ പവറുള്ള സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പൻ. അപ്പൊ കാക്കാഷി യാമുട്ടയോട് പറയും, ഇപ്പൊ ഓൾറെഡി ഷിക്കമരു ഒരു വില്ലനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു വില്ലൻ ഇവന്റെ പവർ അത് വളരെ കൂടുതലാണ്. ഇവന് 5 ഹാർട്ട് ഉണ്ട്. അതിനോരോന്നിനും ഓരോ നേച്ചർ പവറാണ്. മാത്രമല്ല അത് കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാനും ഇവനെ കൊണ്ട് കഴിയും. ഞാൻ ഓൾറെഡി ഇവന്റെ 2 ഹാർട്ട് തകർത്ത് കളഞ്ഞു. പക്ഷെ ഇനിയും 3 ഹാർട്ട് അവന് ബാക്കിയുണ്ട്. ഓൾറെഡി അവൻ ഇപ്പൊ പകുതി മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാതെ അവന്റെ കാര്യം അത് മുഴുവനായിട്ടും തീർപ്പാക്കണം. അപ്പോഴായിരിക്കും യാമുട്ടോയ്ക്ക് മനസ്സിലാവുക ഈ ഒരു വില്ലനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കാക്കാഷിക്ക് ഇത്രയും പരുക്ക് പറ്റിയതെന്ന്. നറൂട്ടോയുടെ ക്ലൗൺസ് ഇപ്പൊ വില്ലന് നേരെ ഓടിയെടുക്കുമ്പോ വില്ലനാവട്ടെ കുട്ടപ്പന്റെ ക്ലൗൺസുകളെ പിടിച്ചു വലിച്ച് അങ്ങനെ തകർത്ത് കളയാണ്. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും അവനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മിനിമം 3 ക്ലൗണെങ്കിലും അവൻ ഉപയോഗിക്കണം. കുട്ടപ്പന്റെ പ്ലാനിങ്ങും അതിന്റെ എക്സിക്യൂഷനും കാണുമ്പോ ഇപ്പൊ കാക്കാഷിക്ക് ഒരുപാട് സന്തോഷാവും. എന്റെ ട്രെയിനിങ് അത് ശരിക്കും ഫലിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ കാക്കാഷി ആവട്ടെ കുട്ടപ്പനെ തന്നെ നോക്കി നിൽക്കും. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ അവന്റെ 3 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ 3 പേരെ വെച്ച് ഇപ്പൊ റെസർഗൺ പവർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാഗസും അതുകൊണ്ട് ഷോക്കായിട്ട് ഇപ്പൊ കുട്ടപ്പന്റെ ക്ലൗൺസിനെ തന്നെ നോക്കി നിൽക്കും. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് വില്ലൻ കൂടുതൽ ക്ലിയർ ആയിട്ട് ആ ഒരു റെസർഗൺ പവർ അത് ഫോം ചെയ്യുന്നത് നോക്കും. അപ്പൊ കാക്കാഷി ആള് പതിയെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ കുട്ടപ്പൻ അവന്റെ റെസർഗൺ പവർ എടുത്ത് നിൽക്കുമ്പോ കാക്കാഷി ആവട്ടെ മാസ്റ്ററും റെസർഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് റെസർഗൺ പവർ വെച്ച് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കാക്കാഷി പറയും, നമ്മൾ രണ്ടുപേരും ഈ റെസർഗൺ വെച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യണം. ഈ ഫൈറ്റിൽ ആര് ജയിക്കുന്നോ അവന്റെ റെസർഗൺ ആണ് ദ റിയൽ പവർഫുൾ റെസർഗൺ. അവര് രണ്ടുപേരും ഇപ്പൊ പാഞ്ഞു വന്ന് റെസർഗൺ പവർ ഉപയോഗിച്ച് പരസ്പരം അടിക്കും. ആ ഒരു അടിയില് ഇപ്പൊ കാക്കാഷി മാസ്റ്ററുടെ കൈ അത് കത്തിപ്പോയി കറങ്ങി അടിച്ച് താഴെ വീഴും. മാസ്റ്റർ പതിയെ തിരിഞ്ഞ് ഇപ്പൊ നറൂട്ടോയെ നോക്കുമ്പോ അവൻ ഒരു കുലുക്കമില്ലാതെ നിൽക്കുകയാണ്. കുട്ടപ്പനെ കാണുമ്പോ ഇപ്പൊ കാക്കാഷിക്ക് 4th ഹൊക്കാഗെ ഓർമ്മ വരും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ കുട്ടപ്പന്റെ വിൻ സ്റ്റൈൽ റെസൻഗൺ കണ്ണ് കുട്ടപ്പന്റെ വിൻ സ്റ്റൈൽ റെസൻഗൺ പവർ അതൊരു ചുഴലിക്കാറ്റ് പോലെ ഇപ്പൊ ആഞ്ഞടിക്കുന്ന കാണുമ്പോ വില്ലന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.